ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയനും വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ വാട്സപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ശ്രവിക്കുന്ന എല്ലാ ദൈവജനങ്ങളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്താണ്? ഏകദൈവ വിശ്വാസിയായ മോശയെ കുറിച്ചാണല്ലോ. മോശയുടെ ദൈവം ഏകനാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ആ ദൈവത്തെക്കുറിച്ച് തന്നെയാണ് പുതിയ നിയമത്തിൽ പറയുന്നതും എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. യഹോവ തന്നെയാണ് യേശു ക്രിസ്തു എന്ന് നമുക്ക് മോശയുടെ എഴുത്തുകളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം മോശയാണ് ആദ്യ പുസ്തകങ്ങളെല്ലാം എഴുതിയിരിക്കുന്നുള്ള കാര്യം പഞ്ചഗ്രന്ഥങ്ങളുടെ എഴുത്തുകാരനായ മോശ, അല്ലേ? പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത് മോശയാണ്. അപ്പൊ മോശ എന്താണ് ദൈവത്തെക്കുറിച്ച് അവൻ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ദൈവം ഏകനാണ്. ദൈവത്തിൽ രണ്ടും മൂന്നും വ്യക്തികളില്ല, രണ്ടും മൂന്നും ദൈവങ്ങളില്ല, അല്ലേ? ഞാനല്ലാതെ നിനക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് യഹോവയായ ദൈവം 10 കൽപ്പനകൾ മോശയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിലെഴുതിയിരിക്കുന്നത് പ്രകാരമാണെങ്കിൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് എത്ര ദൈവമുണ്ട് എന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചിന്തിക്കുമ്പോൾ തന്നെ തൃത്വങ്ങളെ കുറിച്ചും തൃത്വ വിശ്വാസികളൊക്കെയും പറയുന്നത് അവർക്ക് 3 പേരുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇങ്ങനെ കൂടിയിരിക്കുന്ന 3 പേരടങ്ങിയിരിക്കുന്ന ദൈവമാണ് എന്ന് വരെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്നുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ ഇന്ന് മോശ ഉണ്ടായിരുന്നെങ്കിൽ മോശ അവരോട് എന്ത് പറയുമായിരുന്നു എന്ന് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്, അല്ലെ? മോശ ഉണ്ടായിരുന്നെങ്കിൽ അവരെ ശരിയായിട്ടും പറഞ്ഞേനെയുമായിരുന്നു. ദൈവം ഏകനാണ് എന്ന് മോശ അവരെ വെളിപ്പെടുത്തി കാണിച്ചേനെയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് നിർത്തിയത് ഇവിടെയായിരുന്നു. ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും കൂടെ ഇരിക്കും, നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും. അപ്പോൾ ഉപദേശിച്ചു തരാമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ കർത്താവിന്റെ വേലയ്ക്ക് പുറപ്പെടുന്നവരെല്ലാം കർത്താവ് ഉപദേശിക്കും. കാരണം ഇന്നത്തെ പല കള്ളപ്രവാചകന്മാരും വരുന്നതിന്, അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാർ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ദൈവത്തിന്റെ ശാസനയിലും ഗുണീകരണത്തിലും അവർ നിന്നുകൊടുക്കുന്നില്ല. അവരെന്തെങ്കിലും ഒരു വ്യക്തിയെ കണ്ട് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ കണ്ട് മുന്നോട്ട് ഒരു കറുത്ത പുസ്തകവും ഒക്കെ എടുത്ത് ഇറങ്ങുന്നവരാണ് ഇന്നത്തെ നമ്മൾ കാണുന്ന കള്ളപ്രവാചകന്മാർ എന്ന് പറയുന്നത്. അവർക്ക് അനവധി കാര്യങ്ങൾ പ്രവചിക്കാനുണ്ട്. പക്ഷേ കാര്യങ്ങൾ വരുമ്പോൾ അവർ പറയും, എന്താ പറയുക, അവർ ലോകത്തിലേക്ക് ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ പല പ്രവാചകന്മാരും. കാരണം കുറച്ച് ഒക്കെ എന്താണെന്നറിയാമോ, കുറെ അധികം അവരെന്ത് ചെയ്യും, ഒരു മനുഷ്യന്റെ ഭാവി നോക്കി പ്രവചിക്കുന്നവരാണ് ഇന്നത്തെ പ്രവാചകന്മാർ. അടുക്ക ചെന്നാൽ അറിയാം, ഭാവി നോക്കി പ്രവചിക്കും. കാരണം ഈ കുറെ അധികം ജാതകങ്ങളിൽ നിന്ന് വരെ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ വരെ പ്രവചിക്കുന്നവരുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളുടെ സമയം മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുമുണ്ട്. പക്ഷെ മോശ ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നില്ല. കാരണം മോശയുടെ വായോട് കൂടെ ഇരുന്ന് ദൈവം അരുളി ചെയ്യാമെന്ന് പറഞ്ഞതാണ്. അപ്പോ അങ്ങനെ വരെ പ്രവചിക്കുന്ന പ്രവാചകന്മാർ ഈ കാലഘട്ടത്തിലുണ്ട്. കാരണം യേശു ക്രിസ്തുവിനെ വെറുതെ പറയുകയും എന്നിട്ട് പ്രവചനം പറയുമ്പോൾ അവരെന്ത് ചെയ്യും? ലോകത്തിലേക്ക് പിടിക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് രക്ഷയൊന്നുമല്ല. കാരണം ഇത് ദൈവത്തിൽ നിന്നുള്ള പ്രവചനമല്ലെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും പല പ്രവാചകന്മാരും പറയും. കാരണം നിന്നിൽ ഒരു തടസ്സം കാണുന്നു, നീ മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട് കാണുന്നു. കാരണം അവരെന്ത് ചെയ്യുന്നു, നിങ്ങളുടെ മുഖങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ പ്രവചിക്കുന്നത്, നിങ്ങളുടെ മനസ്സ് നോക്കിയിട്ടായിരിക്കും. അവരുടെ മനസ്സ് ചിലപ്പോൾ വായിക്കുന്നവരായിരിക്കും അവര്. കാരണം എവിടെ നിന്നെങ്കിലും മനസ്സ് വാക്കി എന്താണ് മനസ്സ് എങ്ങനെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ അവർ പെട്ടെന്ന് പിടിച്ചെടുക്കും. നിങ്ങളുടെ വർത്തമാനത്തിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അവരെന്ത് ചെയ്യും, പ്രവചിക്കും. കാരണം നിങ്ങൾ എന്തോ ഒരു ദുഃഖത്തിലിരിക്കുകയാണ്. ഇന്നത്തെ പ്രവാചകന്റെ പ്രവചനമാണ്. കാരണം ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകനാണെങ്കിൽ അവൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അല്ലെ, ഏലിയാവിനെ പോലെ. അല്ലെ, മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ പെയ്തിരിക്കും, ഇനി മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ പെയ്യുകയില്ല. അതാണ് പ്രവചനം എന്ന് പറയുന്നത്. അതിനൊക്കെ നമ്മൾ പ്രവാചകന്മാരെ കണ്ടുപഠിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ പ്രവാചകന്മാർ പ്രവചിക്കുന്നതിന് കാശിന് വേണ്ടിയാണ് പ്രവചിക്കുന്നത്. വിശ്വാസികളുടെ കയ്യിലിരിക്കുന്ന കാശ് എങ്ങനെയെങ്കിലും തന്റെ പോക്കറ്റിലാക്കാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ പ്രവാചകന്മാർ പ്രവചിക്കുന്നത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പല ആളുകളും ചെന്ന് ഇതിനകത്ത് ചെന്ന് പെട്ടുകൊടുക്കും. എന്നിട്ട് പറയും, നാളെ നീ അമേരിക്കയിലേക്ക് പോകും, നീ നാളെ ഓസ്ട്രേലിയക്ക് പോകും എന്ന് പറയുന്ന പ്രവചനമാണ് ഇന്നത്തെ പ്രവചനം എന്ന് പറയുന്നത്. അവൻ 1 മാസം കഴിഞ്ഞാലും 2 മാസം കഴിഞ്ഞാലും 2 വർഷം കഴിഞ്ഞാലും പോകത്തില്ല. ചില പ്രവചനങ്ങളുണ്ട്, ചിലപ്പോൾ പേപ്പറൊക്കെ നീക്കി വെച്ചിരിക്കുന്ന ആളായിരിക്കും പോകാനായിട്ട്. കാരണം എക്സാം ഒക്കെ പാസ്സായിരിക്കുന്ന ആളായിരിക്കും അമേരിക്കയ്ക്ക് പോകാനായിട്ട്. ഇവരെങ്ങനെയെങ്കിലും കണ്ടെത്തും, ഇന്നയാള് അമേരിക്കയ്ക്ക് പോകാനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, അവരെ നോക്കിയിട്ട് പറയും നിങ്ങൾ അമേരിക്കയ്ക്ക് പോകുന്നത് ഞാൻ കാണുന്നു എന്ന് പറയുന്ന പ്രവചനങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ലോകത്ത് കാണുന്നത്. അതുപോലെ തന്നെ ഇല്ലാത്ത മുഴകൾ ശരീരത്തിൽ ഉണ്ടെന്ന് പറയുക, അതുപോലെ തന്നെ ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടെന്ന് പറയുക, എന്നിട്ട് അത് മാറുമെന്ന് പറയുക. മാറിക്കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോൾ ആ വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ ഉടനെ പറയും ഞാൻ ദൈവം എടുത്തതായിരിക്കും എന്ന് പറയുക. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രവചനം എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ രോഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണമായിട്ടും. ഇങ്ങനെയുള്ള പ്രവചനങ്ങളെല്ലാം എന്താണ്, ഒരു കണക്ക് കൂട്ടൽ പ്രവചനം നടത്തുന്ന പ്രവാചകന്മാരാണ് ഇന്നത്തെ ലോകത്തുള്ളത്. മോശയെ നമുക്ക് ആ ഗണത്തിൽ പെടുത്താൻ കഴിയില്ല. മോശയെ ദൈവം ഒരു പദ്ധതിക്ക് വേണ്ടി അയച്ചതാണ്. ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെയും മോശയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും സ്വന്തമായി തന്റെ കയ്യിൽ നിന്ന് എടുത്തൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യമാണ്. അല്ലേ, ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും കൂടെയിരിക്കും. അഹരോനെ കുറിച്ചാണ് അവന്റെ വായ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, ഉപദേശിച്ച് തരും, നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അല്ലെ, നിനക്ക് പകരം ഒരു ജനത്തോട് സംസാരിക്കും. കാരണം മോശയ്ക്ക് ബലഹീനതയുണ്ട്. എന്താണ് മോശയുടെ ബലഹീനത? വിക്കുണ്ട്, വാക്ക് സാമർഥ്യം കുറവാണ്. അതുകൊണ്ട് തന്നെയും മോശയ്ക്ക് വേണ്ടി ആര് സംസാരിക്കും? അഹ്റോൻ സംസാരിക്കുമെന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്, നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ എന്താണ്, വായോട് കൂടിയിരിക്കും, നീ അവന് ദൈവമായിരിക്കും, അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. അപ്പൊ ദൈവത്തിന് ചെല്ലാൻ കഴിയാത്തത് മോശയെ കൊണ്ട് ചെയ്യിക്കുകയാണ്. കാരണം ദൈവം അന്ന് മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം ദൈവം പുതിയ നിയമത്തിൽ മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. കാരണം സകല പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നവനായ ദൈവം എന്താണ്, ഒരു ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. കാരണം അന്ന് ദൈവം എന്ത് ചെയ്യാണ്, മോശയെ ഒരു പാത്രമായിട്ട് തെരഞ്ഞെടുത്തുകൊണ്ട് ആ പാത്രത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ പ്രവൃത്തി നിർവഹിക്കുകയായിരുന്നു. ദൈവത്തിന് എന്നും എക്കാലത്തും എന്താണ്, ഒരു പാത്രത്തെ വേണം തനിക്ക് തന്റെ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി. അതിനുവേണ്ടി തെരഞ്ഞെടുത്തത് ആരെയായിരുന്നു? മോശയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. നീ അവന്
ദൈവമായിരിക്കും അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക എന്ന് അവിടെ കാണുന്നു. 18-ാമത്തെ വാക്യത്തിൽ എഴുതി കാണാം, പിന്നെ മോശ തന്റെ അമ്മായിയപ്പനായ യിത്രോവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ പുറപ്പെട്ട് മിസ്രൈമിലെ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ ജീവനോട് ഇരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് യിത്രോ മോശയോട് സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞു. യഹോവ മിദ്യാനിൽ വെച്ച് മോശയോട് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോവുക, നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവർ എല്ലാവരും മരിച്ചുപോയി എന്ന് അരുളി ചെയ്തു. അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രൈം ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിന്റെ വടിയും മോശ കയ്യിലെടുത്തു എന്നാണ്, അതായത് അധികാരത്തിന്റെ വടി എടുത്തു എന്നാണ് പറയുന്നത്. യഹോവ മോശയോട് അരുളി ചെയ്തു, നീ മിസ്രൈമിൽ ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ പരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും, അല്ലെ, ഇന്നത്തെ പ്രവാചകന്മാര് കാണിക്കുന്ന അത്ഭുതങ്ങളല്ല മോശ ഇവിടെ ചെയ്യാൻ പോകുന്നത്. മോശയുടെ അത്ഭുതങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോ പുറപ്പാട് 3:20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി മിസ്രൈമിന്റെ നടുവിൽ ചെയ്യാനിരിക്കുന്ന അത്ഭുതങ്ങൾ കൊണ്ടൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കും. അപ്പൊ അത്ഭുതങ്ങള് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നത് ജനം വിശ്വസിക്കുവാനാണ്, ദൈവത്തെ വിശ്വസിക്കുവാനായിട്ടാണ് ദൈവം ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ല ഇന്നത്തെ പ്രവാചകന്മാരെ പോലെ, കള്ളപ്രവാചകന്മാരെ പോലെ എന്ത് ചെയ്യുന്നില്ല, ഈ അത്ഭുതങ്ങൾ കാണിച്ച് കാശുണ്ടാക്കുന്ന പരിപാടി അല്ല ചെയ്യുന്നത്, അല്ലേ? കാരണം അവർ മാത്രം, ഇന്നത്തെ പ്രവാചകന്മാരുടെ പ്രവചനം എന്ന് പറയുന്നത് അങ്ങനെ, പ്രവാചകന്മാർ മാത്രം രക്ഷപ്പെടും, അവരെ ഫോളോ ചെയ്യുന്നവരൊക്കെ തകർന്നുകൊണ്ടിരിക്കും. അതാണ് ഇന്നത്തെ പല പ്രവാചകന്മാരുടെ കൂടെ നിൽക്കുന്നവരുടെ കാര്യങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അവരെന്തെങ്കിലുമൊക്കെ അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് അവരവരുടെ വഴിക്ക് പോകും. കാരണം ഇവിടെ മോശ അങ്ങനെയാണോ ചെയ്തത്? മോശ അങ്ങനെയൊന്നും ചെയ്തില്ല. ദൈവം പറയുന്നത് മാത്രമേ താൻ ചെയ്യുന്നുള്ളൂ. അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി ദൈവം ആരെയാണ്? മോശയെ അയക്കുകയാണ്. അപ്പൊ ദൈവം എപ്പോഴും അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളാണ്. യേശുക്രിസ്തു പുതിയ നിയമത്തിൽ തന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, തന്റെ നാഴിക വന്നിട്ട് പോലും ഇല്ലാതെ താൻ എന്ത് ചെയ്തു? കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ആ ഭരണിയിലെല്ലാം എന്തായി? ആ വെള്ളം വീഞ്ഞായി മാറി എന്നുള്ള കാഴ്ച നമ്മൾ കാണുന്നു. അപ്പൊ നമ്മുടെ ദൈവം ഒരു അത്ഭുത മന്ത്രി കൂടിയാണ്. അവൻ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും, അല്ലേ? കളപ്രവാചകന്മാർ അത്ഭുതം ചെയ്യും, പക്ഷെ നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവവുമാണ്. അപ്പോ അവൻ അത്ഭുതം ചെയ്യണമെങ്കിൽ നമ്മള് വിചാരിക്കുന്ന അത്ഭുതങ്ങളല്ല അവൻ ചെയ്യുന്നത്. അവൻ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളെ അവൻ ചെയ്യുള്ളൂ. മനുഷ്യൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, മനുഷ്യൻ ഭയക്കുന്ന ടൈപ്പുള്ള അത്ഭുതങ്ങൾ, അല്ലെ? വെള്ളം വീഞ്ഞാവുന്നു, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങളാണ് നമ്മുടെ ദൈവം, അതെ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. ഇങ്ങനെയെല്ലാം വലിയ അത്ഭുതങ്ങളാണ് നമ്മുടെ ദൈവം ചെയ്യുന്നത്, അല്ലെ? യഹോവ തന്നെയാണ് യേശു ക്രിസ്തു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഒരു പ്രവാചകന്മാരും യേശു കർത്താവ് ചെയ്ത പോലെ ഒരു അത്ഭുതങ്ങളും ഒരു പ്രവാചകനും ഇന്നേ വരെ ചെയ്തിട്ടില്ല, അല്ലെ? നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു, അല്ലെ? ഇതെല്ലാം കർത്താവ് എന്ത് ചെയ്യുന്നു? ആ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ കുരുടന് കാഴ്ച കൊടുക്കുന്നു, അല്ലെ? ഇങ്ങനെയെല്ലാം ചെയ്യുന്നു. ചെകിടന് ചെവി തുറന്നു കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ, കാരണം ഈ ശിഷ്യന്മാർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഇവരെല്ലാം കണ്ടുപഠിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് ചെയ്യുന്നത് കണ്ടപ്പോ യഹൂദന്മാർക്ക് സഹിച്ചില്ല. അവര് പറഞ്ഞു, ഇവൻ ബേൽസെബൂലിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നു. കാരണം നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ് എന്നുള്ള കാര്യം അവർക്കറിയില്ല, അല്ലേ? അപ്പോ കർത്താവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ നിമിഷവും നമ്മൾ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവനെയാണ് ആരാധിക്കുന്നത്. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്. അതുകൊണ്ട് പരമേൽപ്പിച്ചിരിക്കുന്ന അത്ഭുതങ്ങളൊക്കെയും
ഫറവോന്റെ മുമ്പാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളുക. എന്നാൽ അവൻ ജനത്തെ എന്ത് ചെയ്യണം? വിട്ടയക്കാതിരിപ്പാൻ ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. അപ്പോ അങ്ങനെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. അവന്റെ ഒറ്റയടിക്കൊന്നും അവൻ എന്ത് ചെയ്യത്തില്ല, ജനത്തെ വിട്ടുതരത്തില്ല. കാരണം അത് ഒരാൾ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇതാക്കത്തില്ലെന്നാണ് ദൈവം പറയുന്നത്. അവന്റെ ഹൃദയം കഠിനമായിക്കൊണ്ടേയിരിക്കും. അല്ലേ? നമ്മള് പലപ്പോഴും ഈ കഠിനത എന്ന വാക്ക് നമ്മള് ഉപയോഗിച്ച് കാണുമ്പോൾ ഫറവോൻ എന്ത് ചെയ്യാണ്? ഹൃദയത്തെ ഇങ്ങനെ കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫറവോൻ ഹൃദയത്തെ കഠിനമാക്കുമ്പോൾ എന്താണ്? ദൈവം അവന്റെ ഹൃദയം കഠിനമാക്കി എന്നാണ് കാണുന്നത്. അതായത് ദൈവം ഈ പ്രപഞ്ചത്തിന്റെ എന്താണ്? സർവാധികാരി, തന്റെ ഹിതം അനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിവുള്ളവനെന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പൊ ചില ആളുകളൊക്കെ പറയും യഹോവ ക്രൂരനായതുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെ പല ആളുകളും ഇപ്പൊ പറയുന്നുണ്ട് യഹോവ ക്രൂരനായതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. കാരണം ദൈവിക നീതി വെളിപ്പെടുവാൻ അതിന് ക്രൂരത എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അത് ദൈവിക നീതിയാണ്. അത് ദൈവിക നീതിയെ തടസ്സപ്പെടുത്തുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് അവൻ്റെതായ പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്. കാരണം അവൻ സൃഷ്ടാവാണ്, അവൻ സൃഷ്ടികളുടെ ഉടയവനായ ദൈവമാണ്. അവൻ അറിയാം എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെക്കുറിച്ച്. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. എന്താണ്? ഇതിനായിട്ട് തന്നെ ഞാൻ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിന് തന്നെ എന്ന് തിരുവചനത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു. തനിക്ക് മനസ്സുള്ളവനോട് എന്ത് ചെയ്യുന്നു? കരുണ തോന്നുന്നു. തനിക്ക് മനസ്സുള്ളവരെ അവൻ എന്ത് ചെയ്യുന്നു? കഠിനനാക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവം അങ്ങനെയാണ്. ദൈവം ക്രൂരനാണോ? ഒരിക്കലുമല്ല. ദൈവം ഒരിക്കലും ക്രൂരനാണെങ്കിൽ അങ്ങനെ കാര്യം ചെയ്യല. കാരണം എന്താണ്? ദൈവത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലാണ് അവൻ നിലനിൽക്കുന്നത്. ഫറവോ എത്രമാത്രം ക്രൂരനാണ് എന്നുള്ള കാര്യമാണ് അതിൽ കൂടെ വെളിപ്പെടുത്തുന്നത്. കാരണം ഒരാൾ വന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനത്തെ വിട്ടുകൊടുക്കേണ്ട ആവശ്യം ഫറവോയ്ക്കില്ല. അവൻ അവിടുത്തെ അധികാരമുള്ള വ്യക്തിയാണ്. ഒരു മനുഷ്യൻ വന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനത്തെ വിട്ടുകൊടുക്കേണ്ട കാര്യം അവനില്ല. അവന്റെ അധികാരത്തിന്റെ കീഴിൽ നിൽക്കുന്ന മനുഷ്യരെ അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ ആ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ജനത്തെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സമ്മതിക്കുകയില്ല. ഒരിക്കലും സംഭവിക്കുവോ? സമ്മതിക്കത്തില്ല. കാരണം ഒരാൾ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിളിക്കുക സമ്മതിക്കുവോ? ഇല്ല. യഹോവയുടെ ക്രൂരതയാണോ അത്? യഹോവയുടെ ക്രൂരത എന്ന് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. അപ്പോ അതിനെപ്പറ്റി പിന്നീട് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും. നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യ ജാതൻ തന്നെ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്രായേൽ എന്റെ പുത്രനാണ്, എന്റെ ആദ്യ ജാതൻ തന്നെയാണ്. അല്ലേ? അപ്പൊ പല ആളുകളും പറയുന്നു യേശുക്രിസ്തു ആണ് പുത്രൻ. അല്ലേ? യഹോവയുടെ പഴയ നിയമത്തിലെ പുത്രൻ യേശുക്രിസ്തു ആണ്. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇസ്രായേലിനെ കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? എന്റെ പുത്രൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്റെ ആദ്യ ജാതൻ തന്നെ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലിന് ചെയ്യാൻ കഴിയാഞ്ഞത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് എന്താണ്? സകലർക്കും ആദ്യ ജാതൻ. അതായത് പാപം ചെയ്യാത്തവർക്ക് ആദ്യജാതൻ. അതായത് അതിനു മുമ്പുള്ളവരെല്ലാം പാപം ചെയ്തു. പാപം ചെയ്യാത്തവർക്ക് ആദ്യജാതൻ. അല്ലേ? മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാപം ചെയ്യാതിരിക്കാൻ നോക്കത്തില്ല. കാരണം അവന്റെ തലമുറകൾ, പുറകോട്ടുള്ള തലമുറകൾ വരെയും ഇപ്പോഴുള്ള തലമുറ വരെയും എന്താണ്? പാപത്തിന്റെ കീഴിലാണ്. അവനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും അവനെന്ത് ചെയ്യാൻ പറ്റില്ല, പാപത്തെ ജയിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് മാത്രമേ അത് കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പാപത്തെ ജയിച്ചത്. കാരണം അവൻ എന്ത് ചെയ്യുന്നില്ല,
അവൻ സാക്ഷാൽ ദൈവമായതുകൊണ്ടാണ് പാപത്തെ ജയിച്ചത്. പല ആളുകളും പറയും വെറും പുത്രൻ മാത്രമാണ്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചതുപോലെ ആരാണ്ട് പറഞ്ഞ പോലെ പുത്രൻ ഏക ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടു. അപ്പോ അദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ അത് വെറും പുത്രനാണ്. ആ പുത്രന് ഈ വെറും മനുഷ്യൻ മാത്രമാണ്, അല്ലെ? വെറും മനുഷ്യൻ മാത്രമാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയും? സാക്ഷാൽ ദൈവമാണെങ്കിൽ മാത്രമേ അവന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പാപത്തെ ജയിക്കാൻ കഴിയുകയുള്ളൂ. കാരണം നമുക്ക് നോക്കാം, ഒത്തിരി വിശുദ്ധന്മാർ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്, അല്ലെ? വിശുദ്ധന്മാരെന്ന് പറയുന്നത് ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെയാണ് നമ്മൾ വിശുദ്ധൻ എന്ന് പറയുന്നത്. അല്ലാതെ പാപം ചെയ്യാത്തത് കൊണ്ടല്ല വിശുദ്ധൻ എന്ന് പറയുന്നത്. ദൈവം കൊടുത്ത വിശുദ്ധിയിൽ, ദൈവത്തിന്റെ ദൈവം കൊടുത്ത വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് വിശുദ്ധന്മാർ. അല്ലാതെ സ്വയമായിട്ട് വിശുദ്ധി അവരുണ്ടാക്കിയവരല്ല. അപ്പൊ അതാണ് നമ്മുടെ ഭാഗത്ത് ഏറ്റവും വലിയ തെറ്റ്. അവർ വിശുദ്ധരായി ജീവിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ പാപം ചെയ്യാതെ ജീവിച്ചത് കൊണ്ടാണ്. മനുഷ്യരെല്ലാം പാപത്തിന്റെ കീഴിലാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഉൾപ്പെടെ പാപത്തിന്റെ കീഴിലായിരുന്നു. അദ്ദേഹം എഴുതിയത് വെറുതെയല്ല. അദ്ദേഹം എഴുതുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ട്, ഞാൻ പാപികളിൽ നമ്പർ 1 ആണ്. അദ്ദേഹം പറയുന്നു, ഞാൻ പാപികളിൽ ഒന്നാമനാണ് എന്ന് അദ്ദേഹം പറയുന്നെങ്കിൽ അദ്ദേഹം വിശുദ്ധനായത് കൊണ്ടല്ല, അല്ലെ? ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന ഒരു ശക്തി വന്ന് അവനെ താഴെയിടുമ്പോൾ, അടുത്ത് നിലത്ത് താഴെയിടുമ്പോൾ തന്നെ അവനിൽ പാപമുണ്ടായിരുന്നു, അല്ലെ? അവൻ എന്ത് ചെയ്യാണ്? കാരണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രസംഗിക്കുന്നവരെ വീടുകളിൽ പോവുക, അവരെ പിടിച്ചെടുക്കുക, അങ്ങനെയുള്ളവരെ ഉപദ്രവിക്കുക, കൊല്ലുക എന്നിവ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു ശൗൽ എന്ന് പറയുന്ന പിന്നീട് പൗലോസായി മാറിയ മനുഷ്യൻ. അപ്പൊ ആ മനുഷ്യൻ പറയുന്ന കാര്യം എന്താണ്? ഞാൻ പാപികളിൽ ഒന്നാമൻ, അല്ലെ? യേശു ക്രിസ്തു ആരാണ്? കുഞ്ഞാടാണ്, പാപം ചെയ്യാത്ത കുഞ്ഞാട്. അതാണ് യോഹന്നാൻ സ്നാപകൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടെന്ന് യേശു ക്രിസ്തുവിനെ നോക്കി വിളിച്ചത്. കാരണം അവൻ സാക്ഷാൽ ദൈവമാണ്. സാക്ഷാൽ ദൈവമായിരിക്കുന്നവന് മാത്രമേ പാപവും ദോഷവും ഒന്നും അവനിൽ കാണില്ല. കാരണം അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. കാരണം യഹോവ തന്നെയാണ് യേശു ക്രിസ്തു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളിൽ, അല്ലേ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. അപ്പൊ യേശു ക്രിസ്തുവാണ് എന്റെ പുത്രൻ എന്ന് അവിടെ പറഞ്ഞില്ല. അവിടെ പറഞ്ഞ ഇസ്രായേലാണ് എന്റെ പുത്രൻ എന്നും എന്റെ ആദ്യജാതൻ അവര് തന്നെയാണെന്നാണ് പറഞ്ഞത്, അല്ലെ? യഹോവ അങ്ങനെയാണെങ്കിൽ പറഞ്ഞതിനെ വരുന്ന യഹോവ പിതാവാണെന്നും യേശുക്രിസ്തു പുത്രനാണെന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അല്ലെ? അവിടെ ആദ്യം പറയണം, എന്റെ പുത്രൻ എന്ന് പറയുന്ന ആരാണ്? യേശുക്രിസ്തുവാണ്. എന്റെ ആദ്യജാതൻ ആരാണ്? യേശുക്രിസ്തുവാണ്. അങ്ങനെ പറയണമായിരുന്നു. പക്ഷെ അങ്ങനെയാണോ അവിടെ പറഞ്ഞത്? ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 23-ാമത്തെ വാക്യത്തിൽ എഴുതിക്കൊണ്ട്, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? അങ്ങനെയായിരുന്നെങ്കിൽ, അതായത് യേശു ക്രിസ്തുവാണ് യഹോവയുടെ പുത്രനെങ്കിൽ, അല്ലെ, എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറയണമെങ്കിൽ അത് യേശു ക്രിസ്തുവിനോടല്ലേ പറയാനൊക്കത്തുള്ളൂ. യേശു ക്രിസ്തു പുത്രനല്ലേ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാനൊക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെ ഒന്നും പറയുന്നില്ല. അവിടെ എന്താ പറഞ്ഞത്? ഇസ്രായേലാണ് എന്റെ പുത്രനും ആദിജാതനും എല്ലാം. ആരാണ്? ഇസ്രായേലാണെന്നാണ് ദൈവം പറയുന്നത്. അവനെ വിട്ടയക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറയുക. അവനെ വിട്ടു തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഫറവോന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയുമെന്ന് ദൈവം പറയുകയാണ്, അല്ലെ? ഹൃദയം നീ കഠിനമാക്കിക്കോ, നീ എത്ര മണിയിൽ ഹൃദയം കഠിനമാക്കിക്കോ, പക്ഷെ നിനക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ദൈവം ആരോട് പറയുന്നത്? ഫറവോനോട് പറയുവാനായിട്ട് മോശയോട് പറയുന്നത്, അല്ലെ? അടുത്ത വാക്യം നമ്മൾ വായിക്കുമ്പോ അവിടെ എഴുതിയാണ്, എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു, അല്ലെ? അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് തൻ്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ച് അവന്റെ കാൽക്കലിട്ടു. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ
അവനെ പരിച്ഛേദന വിട്ടൊഴിഞ്ഞു. ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത് എന്ന് അവിടെ കാണുന്നു. 27-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ യഹോവ അഹരോനോട് നീ മരുഭൂമിയിൽ മോശയെ എതിരേൽപ്പാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു. അവൻ ചെന്നു ദൈവത്തിന്റെ പർവ്വതത്തിൽ വെച്ച് അവനെ എതിരേറ്റ് ചുംബിച്ചു. അല്ലേ? എന്നാൽ യഹോവ അഹരോനോട് നീ മരുഭൂമിയിൽ മോശയെ എതിരേൽപ്പാൻ ചെല്ലുക എന്ന് കൽപ്പിച്ചു. അവൻ ചെന്നു ദൈവത്തിന്റെ പർവ്വതത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റ് ചുംബിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ തന്നെ ഏൽപ്പിച്ചയച്ച വചനങ്ങളൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെയും മോശ അഹരോനെ അറിയിച്ചു. പിന്നെ മോശയും അഹരോനും പോയി ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരൊക്കെയും കൂട്ടിവരുത്തി. യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹരോൻ പറഞ്ഞ് കേൾപ്പിച്ചു. ജനം കാൽക്കെ ആ അടയാളങ്ങൾ പ്രവർത്തിച്ചു. അപ്പോൾ ജനം വിശ്വസിച്ചു. യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാശിച്ചു എന്ന് കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹരോൻ പറഞ്ഞു കേൾപ്പിച്ചു. ജനം കാണുക അടയാളങ്ങൾ പ്രവർത്തിച്ചു. അപ്പം അഹരോന് ചിലപ്പോൾ വാക്ക് സാമർഥ്യം ഉണ്ടായിരിക്കാം, മോശയേക്കാൾ വാക്ക് സാമർഥ്യം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബലഹീനത അഹരോനില്ല. അതുകൊണ്ട് തന്നെയും അവൻ പറഞ്ഞത് ആളുകൾ വിശ്വസിച്ചു. ജനം കാണുക അടയാളങ്ങൾ പ്രവർത്തിച്ചു. അപ്പൊ ദൈവം മനുഷ്യനെ കാണുമ്പോൾ എന്താണ്, അവൻ വിശ്വസിക്കാൻ വേണ്ടി ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യും. അല്ല, ഇന്നത്തെ കള്ളപ്രവാചകന്മാർ കാണിക്കുന്ന പോലത്തെ അടയാളങ്ങളും അത്ഭുതങ്ങളുമല്ല. ദൈവത്തിൻ്റെതായ അത്ഭുതങ്ങളുണ്ട്. അത് ദൈവം ക്രമീകരിച്ചിരിക്കുന്നവരെ, അല്ലെങ്കിൽ ദൈവം അതിനു വേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുന്നവരെ മാത്രമേ ദൈവം അതിന് ഉപയോഗിക്കത്തുള്ളൂ. അല്ലാതെ കാണുന്നവരെ ഒന്നും ഉപയോഗിക്കത്തില്ല. ആരുടെയെങ്കിലും പ്രസംഗം കേട്ടു, എന്നാ പിന്നെ അവരുടെ പുറകെ അങ്ങ് പോയേക്കാം എന്ന് പറയുന്ന ആൾക്കാരുടെ കാര്യമല്ല. ദൈവവചനം വായിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുക, അവരുടെ പുറകെ പോവുക എന്ന് പറയുന്ന ആൾക്കാരെ അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവം അവരോട് നേരിട്ട് സംസാരിക്കും. അല്ലെ? ഒരു വ്യക്തിയെ കണ്ടു, ആ വ്യക്തി പ്രസംഗിക്കുന്നത് കേട്ടു, ആ വ്യക്തി പറയുന്ന പോലെ അങ്ങ് നീങ്ങിപ്പോയാൽ ഇവൻ ബൈബിളും വായിക്കുകയില്ല, ദൈവവചനവും വായിക്കുകയില്ല. അയാൾ പ്രസംഗിച്ചതിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ജനങ്ങളെ എന്ത് ചെയ്യും? ജനങ്ങളോട് പ്രസംഗിക്കുകയാണ് അവര്. ജനങ്ങളോട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോ അവർക്ക് തന്നെ അറിയത്തില്ല, കുറെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ മാത്രം അവിടെ നടക്കും, വേറൊന്നും അവിടെ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. അല്ലെ? മോട്ടിവേഷൻ ക്ലാസ് ആണ്. കാരണം ഒരാൾ പഠിപ്പിച്ച കാര്യം, കാരണം അവൻ പഠിപ്പിക്കുകയാണ്, അവൻ എവിടുന്നോ പുസ്തകത്തിൽ നിന്ന് വായിച്ചതോ എവിടുന്നോ പഠിച്ച ഒരു അറിവുമായി വന്ന് അത് കേൾക്കുന്ന ഒരുത്തൻ വിശ്വാസത്തിലേക്ക് വരുന്നു. അവൻ എന്ത് വിശ്വാസത്തിലേക്ക് വന്നെന്ന് അറിയത്തില്ല. അവൻ ബൈബിൾ പോലും വായിക്കാറില്ല. അവൻ കറുത്ത പുസ്തകവുമായി പോകുന്നു. ബൈബിളിന്റെ ABCD പോലും അവൻ അറിയത്തില്ലായിരിക്കും. അവൻ എന്ത് ചെയ്യും? അവൻ നിന്നങ്ങ് പ്രവചിക്കും. യേശു ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു. അവൻ പറയുന്ന ഏത് യേശുവാണോ, ഏത് ദൈവമാണോ എന്ന് തന്നെ അവൻ അറിയത്തില്ല. കൂടുതലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അവരോട് ഒന്ന് കൂടുതൽ ദൈവവചനത്തിൽ നിന്ന് ആഴമായി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അവർ പറയുന്നത്, എനിക്ക് അറിയാവുന്ന യേശു, ഏത് യേശു? യേശുവിനെ ആന്തരികമായി അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല. അവർക്കറിയാൻ ഒരു സാധ്യതയും അവർക്കില്ല. ഇന്ന ആളുടെ പ്രസംഗം കേട്ടിട്ട് ഞാൻ പോയതാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ പ്രസംഗം കേട്ടതുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചതാണ്, അങ്ങനെ ഞാൻ ഇവിടെ ഒരു സഭയങ്ങ് തുടങ്ങി, അല്ലെങ്കിൽ ഞാനിവിടെ കുറെ ആളുകളെയൊക്കെ അങ്ങ് നേടി. പക്ഷേ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആ ആളുകൾക്ക് മനസ്സിലായി ഇവിടെ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ എന്ന് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു? അത് ഇട്ടേച്ച് അവരവരുടെ വഴിക്ക് പോയി. പിന്നീട് എന്ത് ചെയ്തു? കുറ്റം പറയാൻ തുടങ്ങി. അവരവരുടെ സ്ഥലത്തേക്ക് പോയി. കാരണം എന്താ? ഈ പറയുന്ന ആൾക്ക് എന്ത് ചെയ്യുന്നില്ല? ദൈവവചനം അറിയത്തുമില്ല. ആ ആളിൽ നിന്ന് കേട്ട കാര്യമാണ്, ആദ്യത്തെ വ്യക്തിയിൽ നിന്ന് കേട്ടതാണ് ഈ പുള്ളി അവരെ പഠിപ്പിച്ചത്. അവര് നേരിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ആൾക്കറിയത്തില്ല. കർത്താവ് ആരാണ് എന്ന് ചോദിച്ചപ്പോ അവർക്ക് അറിയില്ല. അറിയില്ലാതെ വന്നപ്പോ എന്ത് ചെയ്തു? ദൈവവചനം ആ വ്യക്തി പഠിക്കുന്നില്ലാതെ വന്നപ്പോ എന്ത് സംഭവിച്ചു? കാരണം അവരെന്ത് ചെയ്തു? അവരിട്ടേച്ച് പോയി. ഇവിടെ എല്ലാം കള്ളത്തരങ്ങളാണ് എന്നവർക്ക് മനസ്സിലായി. അപ്പൊ അവരങ്ങ് പോയി. എന്ന് പറഞ്ഞതുപോലെ മോശ അങ്ങനെ ഒരു പ്രവാചകനായിരുന്നില്ല. മോശ അങ്ങനെയൊന്നും ചെയ്തില്ല. കാരണം മോശ ഒരു സഭയെ അവിടെ പോയി തുടങ്ങിയില്ല. മോശ എന്താണ്? ജനത്തെ വിടുവിക്കുക എന്നുള്ള ദൗത്യത്തിന് വേണ്ടി വന്നതാണ്.
ഇന്നത്തെ ദേവദാസന്മാർക്ക് വേണ്ട എന്താണ്? നരകത്തിൽ പോകുന്ന അല്ലെങ്കിൽ നരകത്തിൽ പോകാതെ ജനത്തെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദൈവദാസന്റെ ഡ്യൂട്ടി അതാണ്. അല്ലാതെ കാറ് മേടിച്ചു തരാം, ബംഗ്ലാവ് മേടിച്ചു തരാം എന്ന് പറയുന്ന പ്രവചനങ്ങൾ നടത്തുകയല്ല ഒരു പ്രവാചകന്റെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രവാചകൻ ദൈവവചനത്തിലില്ല. അങ്ങനെ പ്രവാചകനെ ഒരിടത്തും കാണാറില്ല. കാരണം നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും? ഇവരെ കാണാൻ പോകും. കാരണം ഒരു പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാതെ ഈ പറയുന്ന കള്ളപ്രവാചകൻ എന്ത് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൂടുക എന്നുള്ളതാണ് ഇന്നത്തെ ജനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത്. മോശ അങ്ങനെ ആയിരുന്നില്ല. മോശയുടെ അടുക്കൽ വരുന്ന ആൾക്കാർ എന്താണ്? ദൈവത്തെ അറിഞ്ഞു, ദൈവമുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മോശയിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് മോശയെ പോലെ തീഷ്ണതയുള്ള ദൈവദാസന്മാർ ഇല്ല. അല്ലെ, ദൈവം പറയുന്നത് പോലെ ദൈവം പറഞ്ഞ അതേ കാര്യം തന്നെ ദൈവം ഒന്നും ഇവരോട് സംസാരിക്കുന്നില്ല. ഇവർ തന്നെ സ്വയം പറയുന്നു, ദൈവം എന്നോട് സംസാരിച്ചു. എന്നാണ് സംസാരിച്ചത്? ഏത് കാലത്താണ് ഇവരോട് ദൈവം സംസാരിച്ചത്? ദൈവം ഇവരോടൊന്നും സംസാരിക്കുന്നില്ല. ദൈവം ഇവരോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്തതിനു വേണ്ടി ലോകത്തെ കീഴ്മേൽ മറിച്ചേനുമായിരുന്നു. ഇവരാരും എന്ത് ചെയ്യുന്നില്ല? ലോകത്തെ കീഴ്മേൽ മറിക്കുന്നില്ല. മോശ കീഴ്മേൽ മറിച്ചു ലോകത്തെ, അല്ലെ? ഇവരാരെങ്കിലും കീഴ്മേൽ ലോകത്തെ മറിച്ചതായിട്ട് ഒരു തെളിവും ദൈവവചന അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് പറയുന്ന ഒരാള് പോലും നമുക്ക് പറയത്തക്ക എണ്ണത്തക്കിൽ പോലും ഒരു ദൈവദാസന്മാരെ പോലും നമുക്ക് കാണാനില്ല. എല്ലാം എന്ത് ചെയ്യുന്നു? കള്ളപ്രവചനങ്ങൾ കുറെ നടത്തുന്നു, അല്ലാതെ ഒന്നും കാണുന്നില്ല. മോശയുടെ ഇതിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന സംഗതി അത് തന്നെയാണ്. പർവ്വതത്തിൽ വെച്ച് അവൻ എതിരേറ്റ് ചിന്തിച്ചു. യഹോവ തന്നെ ഏൽപ്പിച്ച വചനങ്ങളൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെ മോശ എന്ത് ചെയ്തു? അഹരോനെ അറിയിച്ചു. മോശ സ്വന്തം കയ്യിൽ നിന്നൊന്നും എടുത്തില്ല, അല്ലെ? മോശ സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളും തൻ്റെ ഇതിൽ നിന്ന് എടുത്തില്ല. എന്തെങ്കിലും എടുത്ത് ഒന്നും എടുത്തില്ല. എല്ലാം കർത്താവ് എന്ത് പറഞ്ഞു, ദൈവം അവനോട് എന്ത് കൽപ്പിച്ചുവോ അത് ഒരു ശകലം പോലും മാറ്റാതെ അവൻ എന്ത് ചെയ്തു? അത് സംസാരിച്ചു എന്നുള്ളതാണ് അവനെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു, അല്ലെ? ജനത്തോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അത്ഭുതങ്ങൾ കാണിക്കേണ്ടത് അത്ഭുതങ്ങൾ കാണിച്ചു, അടയാളങ്ങൾ കാണിച്ചു. അതും ചെയ്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ പ്രവാചകൻ ചുമ്മാ അതങ്ങ് അത്ഭുതങ്ങൾ കാണിച്ചേക്കുക. ഒരത്ഭുതവും ഇല്ല, ഒരത്ഭുതവും നടക്കുന്നുമില്ല. പകുതി എന്ത് ചെയ്യുന്നു? ആക്ടിങ് മാത്രം നടക്കുന്നു. അവിടെ അത്ഭുതം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ എന്ത് ചെയ്യുന്നു? അതിനു വേണ്ടി, ആക്ടിങ്ങിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ചില ആക്ഷൻ പടങ്ങളിലൊക്കെ കാണിക്കുന്നത് പോലെ, പടങ്ങൾ പോലെ ചില ആക്ഷനുകൾ കാണിക്കുന്നു. കാരണം അവരുടെ ആളുകൾ തന്നെ ആയിരിക്കും. രോഗസൗഖ്യം എന്ന് പറയുന്നത് അവരുടെ ആളുകൾ തന്നെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള പല പല തട്ടിപ്പുകൾ ഈ കാലങ്ങളിൽ നടന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ഇന്ന ആളെ നോക്കിയിട്ട് ഭയങ്കര രോഗസൗഖ്യമാകട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അയാൾക്ക് രോഗസൗഖ്യം പറയുന്നില്ല, അത് അവരുടെ ആളായിരിക്കും. അവർ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇവരെല്ലാം ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന ഒരു ആക്ടിങ് മാത്രമാണ് അവിടെ സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. പിന്നെ മോശയും അഹരോനും പോയി ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയൊക്കെ കൂട്ടിവരുത്തി യഹോവ മോശയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹരോനോട് പറഞ്ഞു കേൾപ്പിച്ചു. ജനം കാണുക അടയാളങ്ങൾ പ്രവർത്തിച്ചു. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ജനങ്ങൾ കാണുക അടയാളങ്ങളെല്ലാം പ്രവർത്തിച്ചു. ഇതിപ്പം ഇന്നത്തെ പ്രവാചകന്മാരെന്താ? ജനങ്ങളെ ഒന്നും കാണിക്കാതെ അവിടെ എന്തോ സംഭവിച്ചെന്നും പറഞ്ഞ് ചെറിയ ആക്ഷനൊക്കെ കാണിച്ച്, കാര്യങ്ങളൊക്കെ കുറെ തുള്ളലും ഒക്കെ കാണിച്ച്, ഒരു ചാട്ടവും ഒക്കെ ചാടി, അതുപോലെ തന്നെ ഇങ്ങനെ തുള്ളിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് ഒന്നും അവിടെ നടക്കുന്നില്ല. എല്ലാം ആക്ഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഇവിടെ എന്താണ്? ജനങ്ങൾ കാണുക അടയാളങ്ങൾ പ്രവർത്തിച്ചു. ഇന്നത്തെ പ്രവാചകൻ ഏതെങ്കിലും ഒരാൾക്ക് ജനങ്ങൾ കാണുക എന്ത് അത്ഭുതം കാണിക്കാനൊക്കെ ഒരത്ഭുതവും അവർ കാണിക്കുന്നില്ല, അല്ലെ? ഒരടയാളവും അവർക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് കാണിക്കുന്നില്ല. ഒരത്ഭുതവും അവർ കാണിക്കുന്നില്ല. ജനം കാണുക അടയാളങ്ങൾ പ്രവർത്തിച്ചത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് വരെ ഉറപ്പിക്കുന്ന തരത്തിലുള്ള അടയാളങ്ങൾ അവര് കാണിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ജനം വിശ്വസിച്ചു.
അല്ല, ഇന്നത്തെ ജനങ്ങളെ ചുമ്മാ കണ്ണിൽ പൊടിയിട്ട് വിശ്വസിക്കുന്ന പ്രവാചകന്മാരാണ്. കണ്ണിൽ എങ്ങനെയെങ്കിലും പൊടിയിട്ട് വിശ്വസിപ്പിക്കും. പഴയ പോലെയല്ല, കണ്ണിൽ പൊടിയിട്ട് എങ്ങനെയെങ്കിലും വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രവാചകന്മാരുടെ ഒരു ഭയങ്കര പരിപാടി എന്ന് പറയുന്നത്. അവർ ദൈവം അയച്ചിട്ട് വന്നിട്ടുള്ളതല്ല. ഇരമ്യാവ് പറഞ്ഞത്, ഇരമ്യാവ് പണ്ട് പറഞ്ഞതുപോലെ എന്താ പറഞ്ഞത്? നിങ്ങളെ കുറിച്ച് പറയുന്നു, നിങ്ങൾ ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകന്മാരല്ല. ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകരെ കണ്ടാൽ അറിയാം. ഇരമ്യാവ് പറഞ്ഞു, നിങ്ങൾ ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകന്മാരല്ല. എന്നാ പറഞ്ഞതുപോലെ ഇന്നത്തെ പ്രവാചകന്മാർ അങ്ങനെയാണ്. അവരുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയേണ്ട അവസ്ഥ വരും. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. യഹോവ ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു എന്ന്, തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്ന് കേട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു. ആരെ? മോശയാണ് കുമ്പിട്ട് നമസ്കരിച്ചത്? അഹരോനെയാണോ? അല്ല. ഇന്നത്തെ പ്രവാചകന്മാരെ നോക്കിയിട്ടാണ് ജനങ്ങള് കുമ്പിട്ട് നമസ്കരിക്കുന്നത്. ദൈവത്തെ അല്ല, ജനങ്ങളെ നോക്കിയിട്ടാണ്. ജനങ്ങള് ആരെ നോക്കിയിട്ടാണ്? അവരുടെ ദൈവദാസനെ നോക്കിയിട്ടാണ് അവർ കുമ്പിട്ട് നമസ്കരിക്കുന്നത്. കാരണം അവന് ഇത്ര അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നോക്കിയിട്ട് അവന് കുമ്പിടുകയാണ്. പക്ഷെ അന്നത്തെ ജനം അങ്ങനെയായിരുന്നില്ല. അവർ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ നമസ്കരിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോ, അതിന് ശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മോശ എന്ത് ചെയ്തു? അതിനുശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്ന് ഇപ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലെ? ഇത് പ്രവാചകന്മാരാണെങ്കിൽ ദൈവനാമത്തിലാണോ അവർ വന്നത്? ദൈവനാമത്തിലല്ല അവർ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന അഹ്റോനും മോശയും എന്താണ് വന്നിരിക്കുന്ന? ആരുടെ നാമത്തിലാണ്? യഹോവയുടെ നാമത്തിൽ. അതായത് ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലേ? ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം, ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവനാർ ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഫറവോന്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? വീണ്ടും വീണ്ടും കഠിനമായി കൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തന്നെ ദൈവം പറഞ്ഞു, അവന്റെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കും. ഓരോ സമയം അവന്റെ ഹൃദയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവനാർ. ഉണ്ടോ? അവന്റെ അഹങ്കാരം ചില്ലറയൊന്നുമല്ല. യഹോവ ആരാണ് എന്ന് ചോദിക്കുകയാണ്. ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടത് അവനാര്? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ എന്താണ്? യഹോവയെ അറിയുകയില്ല എന്ന് ഫറവോൻ ഉറക്കെ പറയുകയാണ്. എനിക്കറിയത്തില്ല, അങ്ങനെ ഒരാളെ എനിക്കറിയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. അതിനവർ, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു, അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ അതിന് അവർ, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല, അതിനവർ എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു, അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവ യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. മിസ്രയീം രാജാവ് അവരോട്, മോശേ, അഹരോനെ, നീ ജനങ്ങളെ വേല മിനക്കെടുത്തുന്നത് എന്ത്? നിങ്ങൾ ഊഴിയവേലയ്ക്ക് പോകുവീൻ എന്ന് പറഞ്ഞു. അപ്പോ വേല മിനക്കെടുത്തുന്നു എന്ത്? അതായത് നിങ്ങളുടെ ഊഴിയവേലയ്ക്ക് പോകുവീൻ എന്ന് പറഞ്ഞു. അപ്പോ നമ്മളിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ എബ്രായർ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു, അല്ലേ? അപ്പൊ മോശ ഇതെല്ലാം കേട്ടിട്ട് മോശ മറുപടി പറയാണ്, ദൈവം ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷനായി. അവൻ മഹാമാരിയാലെ വാളിനെ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കുന്നു, ഞങ്ങൾ 3 ദിവസം വഴിയെ മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. മിസ്രയീം രാജാവ് അവരോട്, മോശേ, അഹരോനെ, നിങ്ങൾ ജനങ്ങളെ
വേല മെനക്കെടുത്തുന്നത് എന്ത്? നിങ്ങളുടെ ഊഴിയവേലയ്ക്ക് പോകുകയും എന്താണ് ദേശത്ത് ജനം ഇപ്പോൾ വളരെയാകുന്നു, നിങ്ങൾ അവരുടെ ഊഴിയവേല മിനക്കെടുത്തുന്ന എന്ന് പറയുകയാണ്. അതായത് അവരെ മെനക്കെടുത്താൻ പാടില്ല, അവർ ജോലി ചെയ്യുന്നവരാണ്, അവർ അധ്വാനിക്കുന്നവരാണ്, അവരെന്ത് ചെയ്യാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പർവ്വം പറയുകയാണ്. അന്ന് പർവ്വം ജനത്തിന്റെ ഒഴിവ് വിചാരന്മാരുടെയും പ്രമാണികളോടും കൽപ്പിച്ചത് എന്തെന്നാൽ എന്താണ്, ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പിലത്തെ പോലെ ഇനി വൈക്കോൽ കൊടുക്കരുത്, അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ, എങ്കിൽ ഇഷ്ടികയുടെ കണക്ക് മുമ്പിലത്തെ തന്നെ അവരുടെ മേൽ ചുമത്തണം, ഒട്ടും കുറയ്ക്കരുത്, അവർ മടിയന്മാർ, അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത്. അപ്പൊ ദൈവത്തെ വിളിക്കുന്നവരെല്ലാം എന്താണ്, മടിയന്മാരാണ് എന്നുള്ളൊരു ചിന്താഗതി ആർക്ക്, ഫറവോൻ ഉണ്ടായി എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് ഫറവോൻ പറയുകയാണ്, ഇവരുടെ ജോലി നമുക്ക് അങ്ങ് വർദ്ധിപ്പിച്ചു കൊടുക്കാം, അപ്പൊ ഇവരെന്ത് ചെയ്യത്തില്ല, ദൈവത്തിന് യാഗം കഴിക്കാനായിട്ട് പോകത്തില്ല. എങ്ങനെയെങ്കിലും ഇവരുടെ പോക്ക് പദ്ധതികൾ എന്ത് ചെയ്യും, പിശാച് ഫറവോനിലൂടെ തടസ്സപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ഇന്ന് നിങ്ങളുടെ ഏത് പ്രതിസന്ധികളിലും പിശാച് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, കാരണം ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ മേൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വലിയ സൂചനയാണ്. പിശാച് നിങ്ങളെ കൂടുതലായി ആക്രമിക്കുന്നു, അല്ലെങ്കിൽ പിശാച് കൂടുതലായി നിങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് തന്നെയാണ് എന്നുള്ള കാര്യമാണ് ഈ വചനത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നു. ഈ വചനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. ഞങ്ങൾ ഇത്രയും നേരം അങ്ങ് കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല കർത്താവേ, ഞങ്ങളെ വീണ്ടും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ഓരോരുത്തരെയും അവിടുന്ന് താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്നവരെല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിലും കർത്താവിന്റെ കരം അവരോട് കൂടെയിരിക്കണം, അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൃപയാൽ അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും കർത്താവ് കൂടെ ഇരുന്നാട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിൽ അഡ്മിന്മാരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗഖ്യം വിടുതലും എന്റെ കർത്താവ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിൽ അങ്ങ് ഞങ്ങൾക്ക് പകർന്നു തരുന്ന എല്ലാ അറിവുകളെയും കർത്താവ് അങ്ങോട്ട് നന്ദി പറയും കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദേശത്തെ അനുഗ്രഹിക്കണം, രാജ്യത്തെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കെട്ടുക. സ്വത്രം മാനമോഹത്വപ്പിച്ചെടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ളതിന്റെ നാമത്തിൽ തന്നെ. ആമീൻ ആമീൻ. സ്വത്രം.